ഹായ്, ഇന്നത്തെ നമുക്ക് ഗാർഡനും നമ്മുടെ ചെടികളൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് നനയ്ക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാത്രം ഐഡിയ ഒന്നുമല്ല, നമ്മളിത് ഇംഗ്ലീഷിൽ നിന്നൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് കോപ്പി അടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് റൗണ്ടായിട്ട് നമ്മുടെ ഗാർഡൻ മുഴുവനായിട്ട് നനഞ്ഞ് കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിന് ഈ ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഇതല്ലാതെ നമ്മൾ മറ്റ് രണ്ട് ചെറിയ ഐഡിയകൾ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഗാർഡനൊക്കെ നനയ്ക്കാനുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് ചെറിയ ഐഡിയ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തത് നോക്കാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ നമുക്ക് വേണം. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കുപ്പി വേണം, വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. പിന്നെ നമുക്ക് ഇതേപോലെ 2 25 mm, അതായത് 1/4 ഇഞ്ച് 2 ടീ വേണം. പിന്നെ ഇതേപോലെ ഒരു എൻഡ് ക്യാപ്പ് വേണം, അതും 1/4 ഇഞ്ച് തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് MC-ലാണ്, അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു PVC പൈപ്പാണ്. ഇത് നമ്മൾ 1.5 മീറ്റർ നീളത്തിലാണ് എടുത്തത്. 1/4 ഇഞ്ച് അതായത് 25 mm PVC ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. Seen a lot of change, been through a lot of pain. Things are not the same as they were a year ago, but all will be okay. I move on each and every day. അപ്പോൾ അത് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു PVC കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ നമ്മുടെ 5 ലിറ്റർ ബോട്ടിലിൻ്റെ മൂടി നമുക്ക് ഊരിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഈ PVC വെച്ചതിന് ശേഷം നമുക്കതൊന്ന് അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തൊരു ഹോള് തയ്യാറാക്കാം. അപ്പോൾ ബോട്ടിലിൻ്റെ മൂടിയുടെ നടുഭാഗത്തായിട്ട് നമ്മൾ ഹോള് തയ്യാറാക്കി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത PVC നമ്മൾ ഇതേപോലെ 2 ഭാഗത്തേക്ക് ഒരേ അളവിൽ വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് MC-ലാണ്. അത് 2 ട്യൂബിൽ നിന്നും നമ്മൾ ഒരേ അളവിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ MC-ൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ മൂടിയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത ആ PVC നന്നായിട്ട് നമുക്ക് ഇതേപോലെ സീൽ ചെയ്തെടുക്കണം. അപ്പോൾ അത് ലീക്കൊന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ MC-ൽ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ മൂടി നമ്മുടെ ബോട്ടിലിലേക്ക് നമുക്ക് കൊടുക്കാം. ആ കുടുക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഈ MC-ൽ വെച്ചിട്ട് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് 2 ഭാഗവും നമ്മൾ നന്നായിട്ട് MC-ൽ വെച്ച് സീൽ ചെയ്തെടുത്തു. ഇനി നമ്മുടെ PVC എടുക്കുന്നുണ്ട്. അത് എടുത്തതിന് ശേഷം നമ്മളൊരു 70 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത PVC-യിലേക്ക് നമ്മുടെ ആ ചെറിയ കുപ്പി നമുക്ക് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ PVC-യുടെ ഒരു ഭാഗം നമ്മൾ ചൂടാക്കിയതിന് ശേഷം ആ കുപ്പി നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കുന്നു. ചെറിയ കുപ്പി നമ്മൾ PVC-യിൽ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ഹോളുകൾ തയ്യാറാക്കണം. അപ്പോൾ അടിഭാഗത്തും അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലേക്ക് മുകൾ ഭാഗത്ത് സൈഡ് ഭാഗത്തേക്ക് മാത്രമായിട്ട് നമ്മൾ റൗണ്ടിൽ നമ്മൾ ഇതേപോലെ ചെറിയ ഹോളുകൾ തയ്യാറാക്കുന്നുണ്ട്. സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വലിയ ബോട്ടിൽ നമ്മൾ സീൽ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ PVC-യിൽ നമ്മുടെ ചെറിയ കുപ്പി നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. അതിന് ഹോളൊക്കെ നമ്മൾ തയ്യാറാക്കി. ഇനി നമ്മൾ ബാക്കിയുള്ള PVC എടുക്കുന്നുണ്ട്. അപ്പോൾ 70 സെൻറ്റിമീറ്റർ ബാക്കി ഉണ്ടാവും. അത് നമ്മൾ നടുഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മുടെ ഒരു ടീ എടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത PVC-യുടെ ഒരു ഭാഗത്ത് നമ്മൾ ആ ടീ കുടുക്കിയെടുക്കുന്നു. ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബോട്ടിലിലേക്ക് ടീയുടെ ഒരു ഭാഗം നമ്മൾ ബോട്ടിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ടീയുടെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത്. ഇനി നമുക്ക് അടുത്ത PVC-യുടെ പീസ് എടുത്തതിന് ശേഷം നമുക്ക് ആ ടീയുടെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് ആ ടീയുടെ 2 ഭാഗത്തേക്കായി PVC മുകൾ ഭാഗത്തേക്കായിട്ട് ബോട്ടിലും നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്നും നമുക്കൊരു 10 സെൻറ്റിമീറ്റർ PVC കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ടീ എടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ 10 സെൻറ്റിമീറ്റർ PVC അതിൻ്റെ ലാസ്റ്റിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻഡ് ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ PVC കുപ്പി ഫിറ്റ് ചെയ്ത PVC നമ്മളിതാ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. കുപ്പിയും ബോട്ടിലൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ എം സിയിൽ ഒന്ന് സെറ്റ് ആവണം, ഒന്ന് ഉണങ്ങണം. അതിന് ശേഷമാണ് നമ്മളിത് ഗാർഡനിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എം സിയിലൊക്കെ നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ 2 മരത്തിൻ്റെ കുറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ഗാർഡനിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 കുറ്റികൾ നമ്മൾ അടിച്ച് താഴ്ത്തി. ഇനി നമുക്ക് ഇതേപോലെ ഇത് വെച്ചതിന് ശേഷം കയർ ഉപയോഗിച്ചത് കെട്ടി നിർത്താം. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെട്ടി നിർത്തി. ഇനി നമ്മുടെ പൈപ്പ് അതായത് ഹോസ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഹോസ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ ടാപ്പ് തുറന്നു കൊടുക്കാം. അപ്പോൾ വാട്ടർ ടാപ്പ് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നമുക്ക് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എയർ നിറയുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. അതായത് ബോട്ടിൽ ആ ചതുങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഇപ്പോൾ നിവർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റൗണ്ടിൽ നമുക്ക് വെള്ളം തരുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ശക്തിയിലൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മുടെ കുറ്റിയിൽ നിന്നൊരു 4-5 മീറ്ററോളം ദൂരോട്ട് വെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരു 5 മീറ്റർ പരിധിയിൽ റൗണ്ടായിട്ട് വെള്ളം എത്തുന്നുണ്ട്. ഇനി നമുക്ക് ആ വലിയ ബോട്ടിൽ എടുത്ത് മാറ്റിയതിന് ശേഷം എത്രത്തോളം ദൂരോട്ട് ഇത് നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കണം. ആ ബോട്ടിൽ നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നേരിട്ട് കണക്ഷൻ കൊടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ എയറിൻ്റെ അതായത് ഈ ബോട്ടിൽ എയർ നിറഞ്ഞിട്ടുണ്ട്. ആ നിറഞ്ഞ എയറിൻ്റെ ഗുണം നമുക്ക് ഈ ഫോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണതാണ്. ഈ ബോട്ടിൽ ഫുള്ളായിട്ട് നല്ല ടൈറ്റായിട്ട് എയർ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് നേരിട്ട് ഈ PVCയിലേക്ക് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം പരിധിയിലേക്ക് കിട്ടുന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇത് നമുക്ക് 5 മീറ്ററോളം ദൂരോട്ടാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ 5 ലിറ്ററിൻ്റെ വലിയ ബോട്ടിൽ എടുത്തു മാറ്റാം. അപ്പോൾ ടാപ്പ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കുറഞ്ഞ് വരുന്നുണ്ട്, ശക്തി കുറഞ്ഞ് വരുന്നുണ്ട്. ടാപ്പ് ഓഫാക്കിയാലും കുറച്ച് നേരം ഈ എയറിൻ്റെ ശക്തി ഉള്ളത് കൊണ്ട് ഇതേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ ബോട്ടിൽ കെട്ട് അയച്ചതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നേരിട്ട് കണക്ട് കൊടുത്തു നോക്കാം. അപ്പോൾ അത് വലിയ ബോട്ടിൽ നമ്മൾ അയച്ച് മാറ്റുകയാണ്. ഇനി നമുക്ക് നേരിട്ട് കണക്ഷൻ കൊടുത്തു നോക്കാം. അപ്പോൾ എത്രത്തോളം ഫോഴ്സ് കിട്ടുന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് PVCയിലേക്ക് നേരിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് തുറക്കാം. അപ്പോൾ നമ്മുടെ ടാപ്പ് തുറന്നിട്ടുണ്ട്. വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോഴ്സിന് വല്ല വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് പരിധിയിൽ നേരത്തെ വന്ന അതേ പരിധിയിൽ തന്നെയാണ് ഏകദേശം ഇപ്പോഴും വെള്ളം വരുന്നത്. അതായത് ഒരു 4-5 മീറ്റർ പരിധിയിൽ വരെ വെള്ളം എത്തുന്നുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ വെച്ചത് കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും, അതായത് ആ ബോട്ടിലിനുള്ളിൽ വന്ന എയറിൻ്റെ ഗുണം ഇതിന്, അതായത് ആ ഫോഴ്സ് ഇതിന് കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ ആ ഫോഴ്സ് ഒന്നും ഇതിന് കിട്ടിയതായിട്ട് കാണുന്നില്ല.
അപ്പോൾ ആ ബോട്ടിലില്ലാതെ തന്നെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 4-5 മീറ്റർ പരിധിയിലേക്ക് നമുക്ക് ഇതേപോലെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ തന്നെ വെച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ടാങ്ക് കുറച്ച് ഉയരം കുറഞ്ഞ ഭാഗത്താണ് ടാങ്ക് ഉള്ളത്. ഇതിനേക്കാളും ഉയരം കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ, അതായത് വെള്ളം ഇതിനേക്കാട്ടിലും ഫോഴ്സിൽ വരികയാണെങ്കിൽ ഇതിനേക്കാട്ടിൽ ദൂരപരിധിയിലേക്കൊക്കെ ഈ വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ല ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇത് നമ്മൾ മറ്റൊരു ചെറിയ ഐഡിയ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഐഡിയ തന്നെ ആയിരിക്കും. കാരണം നമ്മളൊരു PVCയുടെ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ ഒരു ചെറിയ കുപ്പിയുടെ മൂടി എടുത്തതിന് ശേഷം അതിന് ചെറിയ ഹോളുകൾ, സൂചി കൊണ്ട് ചെറിയ ഹോളുകൾ തയ്യാറാക്കി ഇതേപോലെ ചെയ്തെടുത്താണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ പൈപ്പ്, അതായത് ഹോസ് കണക്ട് കൊടുത്താണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചെറിയ ഐഡിയ ആണ്. നന്നായിട്ട് നമുക്ക് ചെടികൾ നനയ്ക്കാൻ കിട്ടും. വളരെ ദൂരത്തിൽ നമുക്കിതേപോലെ നല്ല ഫോഴ്സിൽ നമുക്ക് ചെടികളൊക്കെ നനയ്ക്കാൻ, അതേപോലെ തന്നെ നമ്മൾ പുല്ലൊക്കെ വെച്ച ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ നനയ്ക്കാനൊക്കെ വളരെ സൗകര്യമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഐഡിയ ആണ് ഇത്. അപ്പോൾ നമ്മുടെ ഈ ഗാർഡൻ നനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഐഡിയകളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. പിന്നെ ഒരു കാര്യം, ഇൻട്രോയിൽ കാണിച്ച ആ വീഡിയോ, അതായത് നന്നായിട്ട് ഫോഴ്സിൽ വെള്ളം വരുന്ന ആ വീഡിയോ ഒരു ഇംഗ്ലീഷ് വീഡിയോ കണ്ടതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമ്മുടെ വീഡിയോയിലുള്ളതല്ല. അപ്പോൾ ആ വലിയ ബോട്ടിൽ വെച്ചുകൊണ്ടുള്ള പരീക്ഷണം നമുക്ക് വിജയമായില്ല എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തകരാറ് പറ്റിയത് കൊണ്ടാണോ അത് അങ്ങനെ വിജയമാവാതെ പോയതെന്നും അറിയില്ല.